ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയായിരുന്നു? മെറ്റലർജി ഓഫ് നിക്കൽ അല്ലേ? കഴിയാറായിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ബാക്കിയുള്ളൂ, അതുകൂടെ പറഞ്ഞു തീർക്കാം നമുക്കത്. സോ different steps നമ്മൾ നോക്കിക്കോ, ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ഈസ് ഓഫ് കോഴ്സ് ഓർ ഡ്രസ്സിങ് ഓർ പ്യൂരിഫിക്കേഷൻ അല്ലേ? ബൈ froth flotation process, isn't it? Froth flotation process purify ചെയ്തു, then comes a roasting, calcination, roasting, smelting and polymerization. ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ആൻഡ് ദ പ്രിൻസിപ്പൽ ഓർ is a pentlandite that is containing copper, nickel, copper and iron as sulfides, and by this three steps, roasting, smelting and polymerization, we can see that almost the whole of iron is removed, and now it contains mainly copper and നിക്കൽ. നമ്മൾ ഉദ്ദേശിച്ച നിക്കലാണ്. ഇപ്പൊ കോപ്പറും നിക്കലാണ് ബാക്കി വരും. അയൺ മിക്കവാറും അയൺ അവസാനം ഫെറസ് ഓക്സൈഡായി, ഫെറസ് സിലിക്കേറ്റായി, സ്ലാഗായി റിമൂവ് ചെയ്യപ്പെടും. ഈ പോളിമറൈസേഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള സാധനത്തിന് പറയുന്ന പേരാണ് ഇത്രയും കഴിഞ്ഞ് നമുക്ക് മാറ്റി കിട്ടും. അതിനെ വീണ്ടും പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് കോൾഡ് എ പോളിമറൈസ്ഡ് മാറ്റി. And there are two different methods for extracting nickel from polymerized matte. അത് നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ മെത്തേഡ് എന്തായിരുന്നു? മോൺസ് പ്രോസസ്. രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രോലൈറ്റിക് പ്രോസസ്. രണ്ടിലും ആദ്യമായി ചെയ്യേണ്ട ഒന്നിനാണ്. എന്താണ്? The polymerized matte is again roasted to convert both the copper and the nickel sulfides into their oxides. polymerized matte ഇപ്പോൾ എന്താണ്? കോപ്പർ സൾഫൈഡ്, നിക്കൽ സൾഫൈഡ് പ്രധാനമായിട്ടുള്ളത്. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. ഏകദേശം 55% നിക്കൽ ഉണ്ട്, ഏകദേശം 30% കോപ്പർ ഉണ്ട്, ബാക്കി കുറച്ച് ലെസ് ദാൻ 0.5% അയൺ ഉണ്ട്, പിന്നെ മറ്റു എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? again roasted so that both copper and nickel sulfides are converted into the corresponding oxides. Okay, and the copper oxide is leached or extracted by digesting with a dilute sulfuric acid at about 80 degrees Celsius. So the mixture containing mainly copper oxide and nickel oxide is digested or heated with a dilute sulfuric acid at 80 degrees Celsius. What happens? Only the copper oxide dissolves in the form of a copper sulfate and that can be removed. ഇപ്പോൾ കോപ്പർ ഇത് രണ്ടും കൂടി ചേർന്ന ഇതിൽ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് 80 ഡിഗ്രി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ ഓക്സൈഡ് ഈസ് കൺവേർട്ടഡ് കോപ്പർ സൾഫൈഡ് ആൻഡ് soluble in water so that can be removed. Now the remaining thing mainly containing nickel oxide. Of course it will contain some impurities, no problem, is subjected to this Morse process as well as electrolytic process. Morse process നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു കഴിഞ്ഞു. എന്താണ്? ഫസ്റ്റ് it is passed through the tower. രണ്ടു മൂന്ന് ടവർ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് അല്ലേ? റിഡക്ഷൻ ടവർ, കാർബോണൈലേഷൻ ടവർ ആൻഡ് ഡീകമ്പോസിഷൻ ടവർ. മൂന്ന് ടവേഴ്സ് ഉണ്ട്. റിഡക്ഷൻ ടവറിൽ എന്താ സംഭവിക്കുന്നത്? the all of course after all these steps is coming down from the top of a tower, and from the bottom water gas is passed. You know, water gas is a mixture of hydrogen and carbon monoxide. Both are reducing agents and reduce nickel oxide into nickel. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പില് നിക്കൽ ഓക്സൈഡ് നിക്കലായി മാറും. അതിനോട് മറ്റു പല ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ മെറ്റലായി മാറും. ബാക്കിയുള്ള കോപ്പറും ബാക്കിയുള്ള കുറച്ച് അയൺ ഒക്കെ മെറ്റലായി മാറും. നോ പ്രോബ്ലം അഗൈൻ. മനസ്സിലായില്ലേ? Now it is passed into the top of another tower which is called the carbonylation tower.
From the bottom, carbon monoxide is passed at a temperature of 50 degrees Celsius. ഈ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത, ഈ ടെമ്പറേച്ചറിൽ ഓൺലി നിക്കൽ ഫോംസ് എ കോമ്പൗണ്ട് കോൾഡ് നിക്കൽ കാർബണൈൽ NiCO4 times. It is a highly volatile liquid so that it can easily be vaporized. അതാണ് പ്രത്യേകത. വേറൊരു മെറ്റലോ കണ്ടീഷനിൽ കാർബണിലോ അല്ലെങ്കിൽ കോമ്പൗണ്ടോ ഫോം ചെയ്യും. കാർബൺ മോണോക്സൈഡ് വളരെ എളുപ്പത്തിൽ, അതാണ് മോൺസ് പ്രോസസിന്റെ പ്രത്യേകത. കാർബൺ മോണോക്സൈഡ് ആയിട്ട് വളരെ എളുപ്പത്തിൽ വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ നിക്കൽ കമ്പൈൻ ചെയ്ത് നിക്കൽ കാർബണൈൽ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോൺസ് പ്രോസസ് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഡീകമ്പോസ് ചെയ്യുകയും ചെയ്യും. അതാണ്. അപ്പൊ ഈ സെക്കൻഡ് ടവറിൽ നിന്ന്, കാർബോണൈസേഷൻ ടവറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്താണ്, നിക്കൽ കാർബണിലെ വേപ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് പാസ്ഡ് ഇൻടു അനദർ ടവർ which is packed with small nickel shots. Nickel shot എന്ന് ചെറിയ നിക്കലിന്റെ ഗുളിക രൂപത്തിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, അതിലേക്ക് വേപ്പർ പാസ് ചെയ്യാം. kept at 180 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, ഈ പാസ് ചെയ്ത് പോകുന്ന നിക്കൽ കാർബണൈൽ വിൽ ഡീകമ്പോസ് ഇൻടു നിക്കൽ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ആ നിക്കല് നേരത്തെയുള്ള നിക്കലിന്റെ ചെറിയ ചെറിയ ഗുളിക രൂപത്തിലുള്ള ചെറിയ 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 ഷോട്ട്സ്, നിക്കൽ ഷോട്ട്സ് അവിടെ മനസ്സിലായില്ലേ. ലെഡ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സ്പെറിക്കൽ രൂപത്തിലുള്ള നിക്കൽ മെറ്റൽ തന്നെയാണ്, പ്യുവർ മെറ്റൽ. അതിന്റെ മുകളിലേക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് വളർന്നു വരും. ആര്, ഈ നിക്കൽ കാർബണൈൽ. ഈ നിക്കൽ ഷോട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നിക്കൽ കാർബണൈൽ ഇവിടുന്ന് വരികയാണ് NiCO4. അത് ഇവിടുത്തെ എന്താവും, Na+CO4. ഈ Niന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കൽ വലുതായി വരും. പ്യുവർ നിക്കൽ ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്, കാർബൺ മോണോക്സൈഡ് passes and it is again circulated. അത് വീണ്ടും ഉപയോഗിക്കാം. കാരണം കാർബൺ മോണോക്സൈഡ് നമ്മൾ കാർബണൈസേഷൻ ടവറിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. കാർബൺ മോണോക്സൈഡ് ഇവിടുന്ന് നിക്കലിനെ, പ്യുവർ നിക്കലിനെ മാത്രം എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നിക്കൽ കാർബണൈലാക്കി മാറ്റി, നിക്കൽ കാർബണൈൽ ഡീകമ്പോസ് ചെയ്ത് നിക്കലാക്കി കാർബൺ മോണോക്സൈഡ് വീണ്ടും തിരിച്ചു വരികയാണ്. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, മുമ്പേ ക്ലാസ് പറഞ്ഞത് കെമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. നിക്കൽ മാത്രമേ റിയാക്ട് ചെയ്യും, അതിന്റെ പ്രത്യേകത. അതിന്റെ കൂടെ കോപ്പറോ അയണോ വേറെ എന്തോ ഒന്നും റിയാക്ട് ചെയ്യില്ല. അപ്പൊ എന്ത് കിട്ടും, വി ഗെറ്റ് ഓൾമോസ്റ്റ് വെരി പ്യുവർ, മോർ ദാൻ 98% പ്യുവർ നിക്കൽ ബൈ ദിസ് പ്രോസസ്. വേണമെങ്കിൽ ഒന്നുകൂടി മോൾസ് പ്രോസസ് കൂടി, അതായത് വീണ്ടും കാർബണൈലാക്കി വീണ്ടും ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വെരി പ്യുവർ നിക്കൽ. ഇതാണ് മോൾസ് പ്രോസസ്. ബെസിമറേഷൻ മാറ്റിയെടുത്ത് ഈ പറഞ്ഞ പ്രോസസ് റോസ്റ്റ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്ത് കോപ്പറിനെ മാറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോളിറ്റിക് മെത്തേഡ് വളരെ സിമ്പിളാണ്. അങ്ങനെ കിട്ടിയ നേരത്തെ പറഞ്ഞ പോലെ ബെസിമറേഷൻ മാറ്റിയെടുത്ത് റോസ്റ്റ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന പ്രധാനമായിട്ടും നിക്കൽ ഓക്സൈഡ് ആയിരിക്കും. അതിനെ ഒരു ഇലക്ട്രോഡാക്കി മാറ്റുക. സോ ദ ബെസിമറേഷൻ മാറ്റി ആഫ്റ്റർ റോസ്റ്റിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് സോ ആസ് ടു റിമൂവ് എ കോപ്പർ. ഒരുവിധ കോപ്പറൊക്കെ പോയി കഴിഞ്ഞു. അതിനെന്ത് ചെയ്യുക, ആ നിക്കൽ സൾഫൈഡ് അല്ലെങ്കിൽ നിക്കൽ ഓക്സൈഡ് ഉള്ള വലിയ ഒരു എന്താണ് ആനോഡ്. ഇത് ആനോഡ്. കാത്തോഡാണെങ്കിൽ തിൻ അയൺ ഷീറ്റ്, ചെറിയ നേരിയ അയൺ ഷീറ്റാണ് എന്ത്, ആനോഡ്. And it is present in a large vessel containing, okay, തിരിച്ചിട്ടുണ്ടാവോ, അല്ല നേരത്തോടെ ഉണ്ടാവോ, നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെയുണ്ട്. ആൻഡ് ഇലക്ട്രോലൈറ്റിക് ലിക്വിഡ് ഇതിൽ എന്താവും, ഇലക്ട്രോലൈറ്റിക് ലിക്വിഡ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ്. ദാറ്റ് ഈസ് എ നിക്കൽ അമോണിയം സൾഫേറ്റ്. നിക്കൽ അമോണിയം സൾഫേറ്റ്. നിക്കൽ അമോണിയം സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ ഈ രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ എന്താണ്, ഇവിടെ നമ്മളെ എന്തുള്ളത്, ആ മാറ്റിയിൽ നിന്ന് ബെസിമറേഷൻ മാറ്റി എടുത്ത് റോസ്റ്റ് ചെയ്ത് കോപ്പർ മാറ്റിയ ആ സാധനം. ദാറ്റ് ഈസ് കണ്ടെയ്നിങ് മെയിൻലി nickel oxide is made the anode and a pure iron sheet, a thin iron sheet is made here. And when current is passed, what happens is nickel dissolves and nickel passes from this and get deposited at the cathode. The cathode ആണ്, ഇത് anode ആണ്. Okay, so nickel gets deposited at the cathode. അപ്പോൾ iron sheet നമ്മൾ pure nickel മാത്രം അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരും. പ്രത്യേക correct I voltage apply, only nickel gets deposited and you get a very pure nickel by this process. മനസ്സിലായില്ലേ? ഡയറക്റ്റ് കറണ്ട് പാസ് ചെയ്യുക, അതിൻ്റെ കൃത്യമായ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കോപ്പർ നിക്കൽ ബാക്കി ഉള്ള കോപ്പർ അയണൊന്നും എന്നോട് ചെയ്യില്ല. ഓൺലി നിക്കൽ ഗെറ്റ്സ് ഡെപ്പോസിറ്റ് ആൻഡ് വി ഗെറ്റ് എ പ്യുവർ നിക്കൽ ബൈ ദിസ് മെത്തേഡ്. ഇതാണ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്.
ആരെ ഇലക്ട്രോലൈസ് ചെയ്യുന്നത്? യെസ്, ഇലക്ട്രോലൈസിസ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഓഫ് നിക്കൽ അമോണിയം സൾഫേറ്റ്. ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് കേട്ടില്ല, അതേപോലെ നിക്കൽ അമോണിയം സൾഫേറ്റ് അതിന്റെ സൊല്യൂഷൻ. അതിന് ദിസ് ആനോഡ് ഈസ് മെയ്ഡ് ഓഫ് ദിസ്. നമ്മൾ ഈ പറഞ്ഞ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ കഴിഞ്ഞ് വന്ന അവസാനം കിട്ടിയ നിക്കൽ ഓക്സൈഡിന്റെ ഇംപ്യൂർ ഫോം ആണ് ആനോഡായിട്ട് എടുക്കുന്നത്. കാത്തോഡ് തിൻ അയൺ ഷീറ്റ്. ഈ അയൺ ഷീറ്റിനെ നമ്മൾ നിക്കൽ ഡെപ്പോസിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ആൻഡ് വി ഗെറ്റ് പ്യൂർ നിക്കൽ ബൈ ദിസ് പ്രോസസ്. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ബെസ്മറൈസ്ഡ് ന്യൂമാറ്റിയിൽ നിന്ന് നമുക്ക് നിക്കൽ ഐസൊലേറ്റ് ചെയ്യാൻ, അല്ലെ, എക്സ്ട്രാ നിക്കൽ സെപ്പറേറ്റ് ചെയ്യാൻ. ഒന്ന് നേരത്തെ പറഞ്ഞ മോൾസ് പ്രോസസ്, രണ്ടാമത്തെ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്. ഇതും വേണമെങ്കിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി ഇലക്ട്രോലൈസ് ചെയ്ത് ഈ സ്റ്റെപ്പ് തന്നെ ഏകദേശം മോർ ദാൻ 99.9% നിക്കൽ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദിസ് പ്രോസസ്. ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പ്രോസസ്സാണ്. മോൾസ് പ്രോസസ് അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? നിക്കൽ ഈസ് എ വെരി കോസ്റ്റ്ലി മെത്തഡ്. നമ്മുടെ വില കൂടിയ ഒരു മെറ്റലാണ് നിക്കൽ. അത്ര ചീപ്പൊന്നല്ല, കുറച്ച് വിലയുണ്ട്. പല ആവശ്യങ്ങളുണ്ട്. നമുക്കറിയാം നിക്കൽ സ്റ്റീലിലൊക്കെ പല നിക്കൽ നിക്കൽ സ്റ്റീല്, നിക്കലിന്റെ ഒരുപാട് അലോയ്സ് പലരും നൈട്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലോയ്സ് പോലെ പഠിക്കുന്നത് അതാണ് മനസ്സിലാവും. നിക്കലിന്റെ ഒരുപാട് അലോയ്സ് പല കമേഴ്ഷ്യൽ യൂസസിന് ഉപയോഗിക്കുന്നുണ്ട്. നിക്കൽ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. നമുക്കറിയാം നിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ വ്യാപകമായിട്ട്. ഇനി ഹൈഡ്രോജനേഷൻ, റാണി നിക്കൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഒന്നും പറയാൻ സമയമില്ല. അപ്പോഴേ നിക്കലിന്റെ നിക്കൽ ആവശ്യങ്ങളെ പറ്റി നിങ്ങൾ സിലബസ് പ്രത്യേകം എഴുതി പറയുന്നില്ലെങ്കിൽ നിക്കലിന്റെ മെറ്റലർജി മാത്രം നമുക്ക് പറയണ്ടു. പിന്നെ നിക്കലിന്റെ അലോയ്സ് മൊത്തം പഠിക്കും, നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് എ മെറ്റലർജി ഓഫ് നിക്കൽ. അപ്പൊ നിക്കലിന്റെ നിക്കൽ എവിടെ നിന്ന് തുടങ്ങുന്നു? പെൻലാൻഡായിട്ട് നിന്ന് തുടങ്ങിയിട്ട് അവസാനം പ്യൂർ നിക്കൽ ആകുന്ന വരെയുള്ള പ്രോസസ്സ് ഓർഡറിൽ ഓർത്ത് വെക്കുക. റോസ്റ്റിങ്, സ്മെൽറ്റിങ് വളരെ സിമ്പിൾ ആണ്. ബെസിമറൈസേഷൻ, റോസ്റ്റിങ്ങില് അയൺ ഓക്സൈഡ് അയൺ സൾഫൈഡ് അയൺ ഓക്സൈഡ് ആയി മാറുന്നു. സ്മെൽറ്റിങ്ങില് ബാക്കി കുറച്ചുകൂടി അയൺ ഓക്സൈഡ് ആയി മാറുന്നു. അത് സ്ലാഗ് ആയി മാറുന്നു. കാരണം സിലിക്ക ചേർത്തിട്ടാണ് സ്മെൽറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മൂന്നാം സ്റ്റെപ്പ് ബെസിമറൈസേഷനിൽ ബാക്കിയുള്ള അയൺ വീണ്ടും റിമൂവ് ചെയ്യപ്പെടുന്നു. അവസാനം ഓൾമോസ്റ്റ് അയൺ റിമൂവ് ചെയ്യപ്പെട്ട സാധനത്തിന് നമ്മൾ മാറ്റ് എന്ന് പറയുന്നത്. അതിൽ കോപ്പറും നിക്കലും സൾഫൈഡ് ആയിട്ടാണ് ഉണ്ടാവുക. അതിനെ വീണ്ടും നന്നായി റോസ്റ്റ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും രണ്ടും എന്തായി മാറും? ഓക്സൈഡ് ആയി മാറും. അനുസരിച്ച് കോപ്പർ ഓക്സൈഡ് റിമൂവ് ചെയ്യാം. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്ന 80 ഡിഗ്രിയിൽ അവിടം വരെ യാതൊരു വ്യത്യാസമില്ല. അതിനുശേഷം ബാക്കി വരുന്ന സാധനത്തിനാണ് നമ്മൾ രണ്ടായിട്ട് തിരിയും. ഒന്നുകിൽ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന അതാണ് widely used process is the electrolytic process, and of course Morse process is also adopted in some cases. ചില സ്ഥലത്തൊക്കെ മോൾസ് പ്രോസസ് ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. എന്തായാലും ശരി, ഈ രണ്ട് മെത്തേഡിൽ കൂടി നമുക്ക് നിക്കൽ പ്യൂർ നിക്കൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ മെറ്റലർജി ഓഫ് നിക്കൽ. ഇനി നമുക്ക് പഠിക്കേണ്ടത് മെറ്റലർജി ഓഫ് അലൂമിനിയം ആണ്. ഷോർട്ട് ബ്രേക്ക്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഉള്ളതാണ്.